ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 2:30 കഴിഞ്ഞപ്പോ ഇറങ്ങി. അല്ല 2:30 സോറി 3:30 കഴിഞ്ഞപ്പോ. എന്നിട്ട് 9:30 ആയപ്പം വന്നു. എന്നാന്നറിയണം, പക്ഷെ ഒരു കടയിലും കേറിയോട്ടെ ഇല്ല. താനും 2-3 റെസ്റ്റോറന്റിൽ കേറി, തീറ്റയോട് തീറ്റ. അതിപ്പോ എനിക്ക് എന്റെ ആമാശയത്തിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് എനിക്ക്. ഞാനൊരു പിങ്ക് ഷോർട്സ് കൂടെ കണ്ടേച്ച്, എനിക്ക് പിങ്ക് ഷോർട്സ് ഇല്ല. നല്ല രസമുണ്ടല്ലേ, കാറ്റൊക്കെ കയറുന്നുണ്ട്. കണ്ടാൽ എനിക്കതൊരു വീക്ക്നെസ്. ഓ പിന്നെ ഞാനത് വെറുതെ ഒരു അധിക ചെലവല്ലേ പാഴ്ചെലവല്ലേ എന്ന് വിചാരിച്ച്. എനിക്കറിയാം ഇത് കൊള്ളാല്ലേ, പക്ഷേ എനിക്ക് ഇനി ഒരു ഏപ്രിലും കൂടെ വാങ്ങിക്കണം. ചെളി അടുക്കളയിൽ കയറുമ്പോൾ അതല്ലേ, അടുക്കളയിൽ കയറി പണിയാതിരിക്കണം. കൊള്ളാം. എന്നാ ജസ്റ്റ് ഞാൻ ആകെ ഒരു നിക്കറൊരു ബനിയൻ എടുത്താണ് ഇമാതിരി കണക്ക് പറഞ്ഞേ. എന്റെ പൊന്നോ, കുഞ്ഞാപ്പയുടെ ഡ്രസ്സ് കൊള്ളാം അല്ലേ ജസ്റ്റ്. പൊക്കിമോൻ വേറെ ഉണ്ടായിരുന്നു, ഞാൻ അവനോട് ചോദിച്ചാ അപ്പൊ അവൻ ഇത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഓഞ്ഞ മഞ്ഞക്കളർ കൊച്ചല്ലേ, ഇരിക്കട്ടെ. ഇതുണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ നെക്സ്റ്റില് ഇന്നറിന് ഇങ്ങനത്തെ ഷോർട്സിന് 60 ദിർഹംസ് ഡിസ്കൗണ്ടും വെച്ചിട്ടില്ല അവന്മാര്. അല്ലാത്തതിനൊക്കെ 40% ഉണ്ട്. ഇതിന് മാത്രം ഇല്ല. നല്ല എന്റെ ഇന്നേഴ്സ് ഒക്കെ എന്തുവാ കാറ്റടിച്ച് അറബിക്കടലിൽ പോയി ഒന്നും കാണില്ല. ഇത്ര ഞാൻ വാങ്ങിച്ചു, ഒരു ബനിയനും ഒരു നിക്കറും വാങ്ങിച്ചു. എന്തോ ഇത്ര ഇത്. ബാക്കി സാധനങ്ങളൊക്കെയോ ബാക്കിയെല്ലാം ജസ്റ്റ് കല്ലെടുത്ത് വീട്ടിലിരിക്കുമ്പോ ഓർക്കും എവിടെയെങ്കിലും പോകാൻ. എവിടെയെങ്കിലും പോയി കഴിയുമ്പോ ഓർക്കും എന്തിനാ പോയാ. അങ്ങനെ തിന്ന് കഴിയുമ്പോ അയ്യോ തിന്നണ്ടായിരുന്നു ഭയങ്കര കുറ്റം. എന്തൊക്കെയോ തിന്ന് ഞാൻ. സ്റ്റാർബക്സ് തുറന്നാലോ അത് മുകളിൽ കേട്ടോ. ഞാൻ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി. എന്നെ കണ്ട വല്ല മാറ്റം ഉണ്ടോ നോക്കി, എല്ലാം മുഖത്തോട്ട് നോക്കി. എന്നെ കണ്ട എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിട്ട് പറ. എന്നാ മാറ്റം എനിക്കൊന്നും തോന്നില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടാ തോന്നില്ല, അല്ലാത്തോടെ മാറ്റം എല്ലാം കറക്റ്റ് പറയുന്നു. എന്നാലും നോക്കെന്നെ സമാധാനപരമായ കുടുംബജീവിതത്തിൽ എന്നാ മാറ്റം നോക്കി പറഞ്ഞു. ജസ്റ്റ് നിനക്ക് എന്നെ കിട്ടുന്നതിന് നീ വലിയ കാര്യം എന്ന് പറഞ്ഞു. അത് തന്നെ നിന്റെ ഭാഗ്യം. എന്നാ മാറ്റം? ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മനുഷ്യ, ഇനിയെങ്കിലും പറ എന്നാ മാറ്റം. അതിന് അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ജസ്റ്റ് കയറാം. അതുകൊണ്ടല്ലേ ജസ്റ്റ് ചെയ്ത് കാണുന്നു പറഞ്ഞു. പിന്നെ നെയിൽസ് ചെയ്യണമെന്ന് ഓർത്തു. പിന്നെ അതിന് സമയമില്ലായിരുന്നു, കൊച്ചും അടുത്തായിരുന്നു. അതുകൊണ്ട് ഒരു പാവല്ലേ